രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു തടസ്സം എന്ന് പറയുന്നത് കനത്ത മഴയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുത്തൊഴുക്ക് കൂടുതലാണ്. 8 നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായും ഇന്ന് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ ടീം വന്നു. ഡ്രോൺ വെച്ചുകൊണ്ട് 3 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ആ 3 സ്പോട്ടും സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അതിൻ്റെ രേഖാപരമായിട്ടുള്ള കത്ത് ഇന്ന് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ കൈമാറുകയാണ് ശ്രീ ഇന്ദ്രപാലൻ. പക്ഷേ ഇനിയിപ്പോൾ നാളെ നേവിയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച 3 ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആ സ്പോട്ടിൽ ഇറങ്ങേണ്ടതും. അവിടെ ഈ ട്രക്ക് അവിടെ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നു. ഇനി അത് കൃത്യമായി ക്യാബിൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ ക്യാബിൻ്റെ അകത്ത് പോയി അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി പറയണമെങ്കിൽ നേവൽ വിദഗ്ധന്മാർ മുങ്ങിയാൽ മാത്രമേ കിട്ടൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥക്ക് മുങ്ങാൻ കഴിയുന്നത് എനിക്കറിയില്ല. കാരണം അത്രമേൽ കുത്തൊഴുക്ക് കൂടുന്നു. ഇതിൻ്റെ 25 ഫീറ്റാണ് ഇതിൻ്റെ ഡെപ്ത്ത്. ഈ പുഴയുടെ ഡെപ്ത്ത് 25 ഫീറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യമല്ലാത്ത കാലാവസ്ഥ പ്രതികൂലമാണ്. അതുപോലെ തന്നെ ഈ നേവൽ വിദഗ്ധന്മാർ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അടിയൊഴുക്കിൻ്റെ ഇത് വെച്ചുകൊണ്ട് നാളെ ഇറങ്ങാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നാളെ രാവിലെ ആർമിയും നേവിയും എല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് തുടർ നടപടി എങ്ങനെ വേണം എന്ന് ആലോചിക്കുകയാണ്. ഏതായാലും അർജുനെ കണ്ടെത്തണം. അതോടൊപ്പം ഈ പ്രദേശത്ത് 2 പേർ, അവരെയും കാണുന്നില്ല. ഈ 3 പേരുടെ തെരച്ചിലാണ് സത്യം പറഞ്ഞാൽ നാളെ ഉണ്ടാകേണ്ടത്. ഏതായാലും സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. ആ സ്പോട്ട് വെച്ചുകൊണ്ട് വേണം ഇനി തുടർ നടപടി ഉണ്ടാകാൻ വേണ്ടി. തീർച്ചയായും ശ്രീ എം കെ രാഘവൻ, ഇപ്പോൾ നേവിയുടെ ഡൈവർമാർക്ക് പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. 3 നോട്ട് വരെയുള്ള ഒഴുക്കിലെ പരമാവധി അവർക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ബാക്കി ആത്മഹത്യാപരമാണെന്ന് മേജർ ജനറൽ ഇന്ദ്രപാലൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ നേരിട്ട് ഈ ക്യാബിനിലേക്ക് ഡൈവർമാർക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നിരിക്കെ ഇന്നിപ്പോൾ തെർമൽ സ്കാനർ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുമില്ല. അപ്പോൾ ഈ നിലയിൽ രക്ഷാപ്രവർത്തനം തുടരുമോ അതോ നിർത്തിവെക്കേണ്ട സാഹചര്യം വരാമോ നാളത്തെ കൂടി കാര്യങ്ങൾ നോക്കിയതിന് ശേഷം? അല്ല, ഈ കഴിഞ്ഞ ആഴ്ച കർണാടകയുടെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ അന്ന് പറഞ്ഞത് റെസ്ക്യൂ ഓപ്പറേഷൻ തുടരണം, ഇവരെ കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പോഴും നേവിയും ആർമിയും എല്ലാം അവിടെയുണ്ട്. NDRFും SDRFും എല്ലാം ഉണ്ട്. ഈ എല്ലാ ഏജൻസികളും ഒരുമിച്ച് ചേർന്നാണ് എല്ലാ കാര്യവും ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ ഇന്ദ്രപാലൻ പറഞ്ഞതുപോലെ ഇനിയുള്ള ഈ 3 സ്പോട്ട് കണ്ടെത്തി ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധന്മാർ അർജുനെ തേടി പോകണമെങ്കിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ 8 നോട്ടാണ് ഇപ്പോഴത്തെ കറണ്ട്. അപ്പോൾ സാധ്യമാണോ എന്നുള്ളത് നാളെ മാത്രമേ പറയാൻ സാധിക്കൂ.